എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളും അമ്മമാരുമാണ് ക്ലിഫ് ഹൗസിന് മുമ്പിൽ അനിശ്ചിതകാല കഞ്ഞിവെപ്പ് സമരം നടത്തുന്നത്. സർക്കാർ പ്രഖ്യാപിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ നിരന്തരം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ തുടർന്നാണ് ദുരിതബാധിതർ അന്തിമ സമരം പ്രഖ്യാപിച്ചത്. മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്ത തുക എല്ലാവർക്കും നൽകുക, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക എന്നിവയാണ് സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. കേവലം വാഗ്ദാനങ്ങൾ നൽകുന്നതുകൊണ്ട് സമരം പിൻവലിക്കാൻ തയ്യാറല്ലെന്ന് സമരസമിതി പറഞ്ഞു. ഈ സമരം എന്തെങ്കിലും ഒരു പ്രത്യേക പുതിയ ആവശ്യം നേടിയെടുക്കാനുള്ളതുമല്ല. ഇത് സർക്കാർ രേഖാപരമായി സമ്മതിച്ച കാര്യങ്ങൾ, സർക്കാർ രേഖാപരമായിട്ട് സർക്കാരിന് ലഭിച്ച ചില റിപ്പോർട്ടിന്മേലുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെയാണ് ഈ സമരത്തിൻ്റെ വിഷയം. രാമചന്ദ്രൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണം. എന്നാൽ സമരക്കാരുമായി ചർച്ച ചെയ്യുമെന്നും പ്രശ്നങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും സഭയിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സമരക്കാരെ ഇതുവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയോ ഔദ്യോഗികമായി അറിയിക്കുകയോ ചെയ്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സമരപ്പന്തൽ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് ഇന്ന് തന്നെ അന്തിമ പരിഹാരം കാണണമെന്ന് VS ആവശ്യപ്പെട്ടു. വാഗ്ദാനം പാലിക്കാത്ത കാര്യത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി അവരിതെല്ലാം ഉന്നയിക്കുമ്പോൾ അതിന് ഉടനടി തന്നെ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകി അവരെ സന്തോഷപൂർവ്വം കാസർഗോട്ടേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. സമരത്തിന് പിന്തുണ അറിയിച്ച് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സമരപ്പന്തൽ സന്ദർശിച്ചു. വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളും സമരത്തിന് പിന്തുണയുമായെത്തി. മീഡിയ 1 തിരുവനന്തപുരം.